അതുകൊണ്ട് ഞാൻ BJPക്ക് വേണ്ടിയേ പറയും. നമ്മളെ ഈ രാഷ്ട്രീയക്കാരുടെ വരവ് കൊണ്ടല്ലേ ജീവിക്കുന്നത്. ഞാൻ നേരത്തെ മാർക്സിസ്റ്റുകാരനായിരുന്നു. മോദി നല്ലൊരു മനുഷ്യൻ ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്നു. കടവും കടക്കണിയിലൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹം തന്നെ വന്നെങ്കിൽ അത് നടക്കും. അല്ല, കോൺഗ്രസ് ജയിച്ച് ആര് മുഖ്യമന്ത്രി? 43 മുഖ്യമന്ത്രിയുണ്ട്. വോട്ടൊന്നും അടിച്ചിട്ട് പിന്നെ ജനങ്ങൾക്ക് ഒന്നും കുറിച്ച് കാണിക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞാൽ ആരും എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അവസ്ഥയൊക്കെ? അവസ്ഥയെ കുറിച്ച് പറയാൻ പറ്റില്ല. ജനങ്ങളെ ഇരിക്കുന്ന കാര്യം അത് ജനങ്ങളെ തീരുമാനിക്കുന്നു. ഞാൻ BJP പ്രവർത്തകനാണ്. അതുകൊണ്ട് ഞാൻ BJPക്ക് വേണ്ടിയേ പറയും. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ്സുകാരൻ പറയും. ഞാൻ BJP പ്രവർത്തകനാണ്. അപ്പൊ എന്റെ പാർട്ടി പ്രവർത്തകർ ഇറങ്ങിയില്ല. ചെറിയ കൊണ്ട് ഇറങ്ങിയില്ല. ഇറങ്ങിയാണെങ്കിൽ അദ്ദേഹം ജയിക്കുക തോക്കെ എനിക്കറിയണ കാര്യമില്ല. എന്റെ വോട്ട് അതിന് കൊടുക്കും. നമ്മുടെ നിലപാട് നമ്മൾ പറയണം. നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ വരവ് കൊണ്ടല്ലേ ജീവിക്കുന്നത്. നമ്മൾ അന്നോടൊന്നും അധ്വാനിച്ച് ജീവിക്കുന്നു. സംഭവം ഇവർ ക്യാമറ പിടിക്കണേ ഇത് അങ്ങ് അറിയണം. കാര്യം ഞാൻ ഒരു BJPക്കാരനാണെന്ന് അറിയണം. ഞാൻ തുറന്നേ പറയും. എന്തുകൊണ്ടാണ് ഒരു BJPക്കാരനാണെന്ന്? ഞാൻ നേരത്തെ മാർക്സിസ്റ്റുകാരനായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഒരു 10-20 വർഷം കൊണ്ട് മാറി. മാർക്സ് ഇവിടെ CITയിൽ വർക്കുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല. അത് പാർട്ടി പ്രവർത്തന രീതി കൊണ്ട് തന്നെയാണ്. പാർട്ടിക്കാർ ശരിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ മാറി BJPയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഞാൻ കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റിനെ പുഷിച്ച് പറയുന്നില്ല. പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തേക്ക് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു എന്നുള്ളത്. മോദിയെ കുറിച്ച് എന്താ? അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. മോദി നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം തന്നെ ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഭരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. നാടിന് വേണ്ടി അദ്ദേഹം ജീവിക്കുന്നുണ്ട്. നാടിന് വേണ്ടി അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്നത്. ഭാര്യയും മക്കളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി. എനിക്കൊന്നും അദ്ദേഹം തന്നിട്ടില്ല. ഈ BJP സർക്കാർ ഇപ്പം ഈ പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ ഞാൻ BJP വർക്ക് ചെയ്ത് ബൂത്തിലൊക്കെ ഇരുന്ന് എനിക്ക് ഒരു രൂപയും കിട്ടിയിട്ടില്ല. എനിക്ക് ആഗ്രഹമില്ല. മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞാൽ ഒത്തിരിയൊക്കെ ഒരു ചെറിയ മാട്ടോ ഉണ്ട്. അതുണ്ടാവുമല്ലോ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം ഇവിടെ കേരളത്തിൽ അദ്ദേഹം തന്നെ വരണം എന്നൊരാഗ്രഹമുണ്ട്. ഞാൻ മാർക്സിസ്റ്റുകാരനല്ല എങ്കിലും പറയുകയാണ്. അദ്ദേഹം കുറേയൊക്കെ തള്ളിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെ വരട്ടെ. മറ്റൊരു പാർട്ടി വന്നിരുന്നാലും പാടാ. കടവും കടക്കണിയിലൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹം തന്നെ വന്നെങ്കിൽ മാത്രം നടക്കും. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ല, കോൺഗ്രസ് ജയിച്ച് ആര് മുഖ്യമന്ത്രി? 43 മുഖ്യമന്ത്രിയുണ്ട്. എല്ലാവരും ഉടുപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ മുഖ്യമന്ത്രി ആവാതെന്ന് പറഞ്ഞു. 2 വർഷം ആ വിഷയമില്ല, കലാപമില്ല. 10 വർഷം കൊണ്ട് പവർ കിട്ടില്ല. ജനങ്ങൾക്ക് പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ പൈസയുണ്ട്. 2000 രൂപ വെച്ച് മാസം കിട്ടുന്നുണ്ട്. 35 പൈസ സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. പോരെ? എന്തിനാണ്? ഈ നാട് സമാധാനമുണ്ട്. നമ്മുടെ കേരളം സമാധാനമുണ്ട്. കേരള സമാധാനമുണ്ട്. നീതിപൂരിതമാണ് ജനങ്ങൾ. പൊടി ഏതായാലും ഒരു തള്ള മക്കൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞു പോകുന്നു. നമ്മളെ ഈ ആട്ടോ സ്ഥാനത്തിന് എത്രയോ ആൾക്കാരുണ്ട്. നമ്മളെല്ലാം ഒരു തള്ള മക്കൾ രാവിലെ വന്നു വൈകുന്നേരം പോകുന്നു. ഒരു പ്രശ്നങ്ങളുമില്ല. ഈ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പാർട്ടി ജയിച്ചാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാര്യമില്ല. ജനങ്ങളെ വോട്ടൊന്നും അടിച്ചിട്ട് പിന്നെ ജനങ്ങൾക്ക് ഒന്നും കുത്തി കാണിക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ആരും വേണ്ടി രാഷ്ട്രീയക്കാരും പറയില്ല. ഈ രാഷ്ട്രീയക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഞങ്ങൾക്ക് തമ്മിലടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയം പറയില്ല എന്നുള്ള കാര്യം. എനിക്കൊരു വോട്ട് കൊടുക്കുള്ളൂ. അതിനാർക്കാണ് ഞാൻ പറയില്ല. അത്രയേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ആര് നമ്മുടെ നാടിന് വേണ്ടി നല്ലത് ചെയ്യുക അല്ലേ? അത് വേണ്ടേ? നല്ലത് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതാണ് ഞാൻ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരാളായിരിക്കണം. അല്ല, ആ സമയത്ത് നമ്മുടെ വോട്ടിന് ഭയങ്കര വിലയാണല്ലോ. ഓരോ വ്യക്തിക്ക് അപ്പോഴും ചെറുത് വലുതൊന്നും ഇല്ലല്ലോ. വോട്ടിനൊരു വിലയാണല്ലോ. അപ്പൊ ആ ഒരു ഇത് തിരിച്ചു കാണിക്കണം. അതെല്ലാം ഞാൻ ഈ പറഞ്ഞത്. അതെല്ലാം ആ കാര്യം ഞാൻ തന്നെ പറഞ്ഞു. UDF-ന് പിന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയിൽ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും UDF ജനങ്ങളുടെയൊക്കെ എങ്ങനെയാണ്? ജനങ്ങൾ പൊതുവെയുള്ള അഭിപ്രായം UDF വരണമെന്നാണ്. പൊതുവെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭരണം വളരെ വെറുത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു തീർച്ചയായിട്ടും UDF തന്നെ വരും, ഉറപ്പാണ്. പ്രധാനമായിട്ടും ഈ ഇപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ചെറിയ ഏത് തരത്തിലുള്ള സാഹചര്യമാണ്? LDF-ന്റെ മണ്ഡലമാണ് കഴിഞ്ഞ ഇതുവരെ. അത് മാറി ഒരു
ആ UDF ഭരണം വരും എന്നാണ് ഉറപ്പ്. അവര് പിന്നെ ശബരിമല പ്രശ്നമാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണത്തെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ ചോദിച്ചത് ചിറയൻകീഴ് തുടർച്ചയായി LDF ആണ് ഭരിക്കുന്നത്. UDF നല്ലൊരു സ്ഥാനാർത്ഥികളുള്ളത് UDF പ്രതീക്ഷയുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ഒരു ഭരണ നേതൃത്വമില്ലായ്മയാണ്, അല്ലെ ഭരണക്കുറവാണ് ഇവിടെ UDF മുന്നോട്ട് വയ്ക്കുക. ഇവിടെ പല പല കാര്യങ്ങളും ഇവിടെ പിന്നെ വരേണ്ടതുണ്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. LDF ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ UDF കൊണ്ട് കഴിയുമെന്നാണ് ഉറപ്പ്. ഈ 15 ദിവസം കൊണ്ട് അത്തരത്തിലുള്ള വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എവിടെ ഒരുപാട് ദിവസം കുറവാണ്. ഇവിടെ പലതും ചെയ്യാനുണ്ട്. ഇവിടെ അവര് ചുമ്മാ ഈ പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്ന വാഗ്ദാനമൊന്നും ഒരു ചെയ്യാറില്ല. ഇങ്ങനെ പൊതുവെ പ്രസംഗിക്കുമ്പോൾ അത് പറച്ചിലല്ലാതെ. ശബരിമലയെ സംബന്ധിച്ച് ശബരിമല ആരെയാണ് പോറ്റിയെ കൊണ്ട് കയറ്റിയതും അവിടെ തൊട്ട് മൊത്തം പരിശോധിക്കുമ്പോൾ ആ ശബരിമല ഉണ്ടാകാം ഏത് ശബരിമലയുടെ ഒരു തരി സ്വർണം കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവനെ അകത്താക്കുന്നതിനാവശ്യമായിട്ട് സമീപനം സ്വീകരിക്കുന്ന ഒരു മുന്നണി ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അക്കാര്യത്തിൽ അതൊന്നും ഇവിടെ ദേശിക്കുന്ന ഒരു കാര്യമല്ല. ശബരിമല തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി ഉണ്ടാകുക പ്രശ്നങ്ങളുടെ പേരിലാണ് കുറച്ച് സീറ്റും ഒക്കെ അവർ മുന്നോട്ട് ഉണ്ടായിട്ടുള്ളത്.